സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇവിടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ്. ദീർഘനാളത്തെ ആവശ്യമാണ് ആലുവ മൂന്നാർ പഴയ റോഡ് രാജപാത തുറന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നുള്ള ആവശ്യം അനേകം തലമുറയുടെ ആവശ്യമാണ്. കൂടാതെ സാധാരണ ജനങ്ങളുടെ ആവശ്യമാണിത്. ഇവിടെ വന്നിരിക്കുന്നവര് സാധാരണ മനുഷ്യരാണ്. കൂടാതെ വനഭൂമിയാണ് എന്ന് പറഞ്ഞ് ഈ റോഡിന് തടസ്സമുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരെയും വനംവകുപ്പുകാരെയും അവരുടെ അവകാശവാദം തെറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുന്നത്. നിർദ്ദേശങ്ങളും നിയമങ്ങളും എല്ലാം നമുക്ക് അനുകൂലമാണ്. അവിടെയുള്ള സാധാരണ കുടികളിലെ ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കാൽനടയായി വന്നിരിക്കുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാര്. അവരുടെ ജീവൽ പ്രശ്നമാണിത്. നല്ല ഒരു റോഡ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. ഏതാണ്ട് 100-120 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് അംഗീകരിച്ച് അന്നത്തെ സർക്കാർ അനുവദിച്ച് വന്ന റോഡാണത്. പിന്നീട് അത് സാഹചര്യങ്ങൾ മൂലം സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയാൽ മാത്രമേ ഈ നാടിന്, പ്രത്യേകിച്ച് കേരളത്തിന് പൊതുവെ ഏറെ ഉപകാരമുണ്ടാകുന്ന ഒരു പാതയാണത്. 1919 ഇത് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഫോറസ്റ്റിന്റെ അല്ല എന്നും ഇത് PWDയുടേതാണ് എന്ന് ഗവൺമെന്റ് വിജ്ഞാപനമുള്ളതാണ്. ട്രാവൻകൂർ ഗവൺമെന്റ് വിജ്ഞാപനമുള്ളതാണ്. അതുകൂടാതെ ഈ റോഡ് സ്റ്റേറ്റ് ഹൈവേ 16 എന്ന പേരിൽ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളതാണ് ട്രാവൻകൂർ ഗവൺമെന്റ്. 2009 കേരള ഗവൺമെന്റ് ഇത് മേജർ ഡിസ്ട്രിക്ട് റോഡ് എന്നുള്ള പദവി കൊടുത്ത് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ റോഡിന്റെ അവകാശം റവന്യൂ വകുപ്പിന് PWDയാണ്. അനധികൃതമായിട്ട് ഫോറസ്റ്റുകാര് കൈയടക്കിയിരിക്കുകയാണ്. ഇത് അനീതിയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങള്, ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ സമ്മേളനം ഇവിടെ. അതുകൊണ്ട് ഗവൺമെന്റ് ഇച്ഛാശക്തി കൊണ്ട് ഈ റോഡ് തുറന്നു കൊടുക്കുകയും ഇതിന്റെ ഫലമായിട്ട് അനേകം കുടികളിലേക്ക് യാത്രാ സൗകര്യം കൊടുക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴുള്ള ആലുവ മൂന്നാർ റോഡ് NH85 ഇതിനെന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഹൈറേഞ്ച് ഒറ്റപ്പെട്ടു പോകും. മൂന്നാമതൊരു കാര്യമുള്ളത്, ഈ റോഡ് തുറന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് സൗകര്യങ്ങൾ ഏറെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വൺ വേ പോലെ തന്നെ കോതമംഗലത്തു നിന്നും പെരുമുക്കത്ത് വഴി മാൻകുളം വഴി മൂന്നാറിൽ പോകാൻ സാധിക്കും. തിരികെ വരുമ്പോൾ അടിമാലി നേരിമംഗലം വഴി. അപ്പോൾ നല്ല ഒരു ടൂറിസ്റ്റ് വഴിയായി തീരുവരുന്നു. ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, അനേകായിരം ജനങ്ങൾക്ക് ഈ റോഡ് ഉപകാരപ്രദമാകും. സാധാരണ ജനങ്ങൾക്ക്, കൃഷിക്കാർക്കും, അതോടൊപ്പം തന്നെ അവിടെ അധിവസിക്കുന്ന ഈ ഗോത്രവർഗത്തിൽ അല്ലെങ്കിൽ കുടികളിൽ വസിക്കുന്നവർക്കെല്ലാം വളരെ ഉപകാരപ്രദമായ റോഡാണിത്. ഈ റോഡിൻ്റെ ആവശ്യം ജനങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ് ഒത്തിരിയേറെ ആളുകൾ വിദൂരത്തു നിന്ന് പോലും ഇവിടെ വന്ന്, മാങ്കുളത്തു നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ കുടികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം, ഇത് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് കോടതിയിൽ നിന്ന്
നിർദ്ദേശമുള്ളതാണ്, ഗവൺമെന്റും ചെയ്യാവുന്ന കാര്യമാണത്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഫോറസ്റ്റുകാരെ ഭയപ്പെട്ട് ജീവിക്കുകയാണ്. ഫോറസ്റ്റുകാർക്ക് അടിമകളായി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നാട് സ്വതന്ത്രമായ നാടാണ്. തന്നെയുമല്ല, ഒരു നാട് പുരോഗമിക്കണമെങ്കിൽ റോഡുകൾ ഉണ്ടാകണം. പണ്ട് രാജപാത എന്ന് പറയുമ്പോൾ രാജാക്കന്മാരുടെ കാലത്ത് ഈ റോഡ് തുറന്നു കൊടുത്തത് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി, നാട് വികസിപ്പിക്കാൻ വേണ്ടിയാണ്. ആ വികസനം മുരടിച്ചു കളയാൻ വേണ്ടി റോഡ് അടച്ചു കളയുന്നത് അത് ഫോറസ്റ്റുകാരുടെ അന്യായമായിട്ടുള്ള അനീതിപരമായ കാര്യമാണ്. അത് ഇവിടെ അനുവദിക്കാൻ പാടില്ല. ഈ റോഡ് എത്രയും വേഗം തുറന്ന് സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ള ആവശ്യം ഇവിടെ നമ്മളെ എല്ലാവരെയും കൂടെ പ്രഖ്യാപിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം. ഇതിന് ഫലപ്രാപ്തി ഉണ്ടാകും, സംശയമൊന്നുമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.